നേതാവ് കളിക്കേണ്ട പോലീസിനെ എതിർത്ത് സംസാരിക്കാറായിട്ടില്ല, രാഷ്ട്രീയ പ്രവർത്തനം ശാന്തിപ്പണിയെല്ലാം അവസാനിപ്പിച്ച് തരും, പണിയെടുത്ത് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നിങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടാണ് മർദ്ദനമെന്ന് ഓർക്കുമ്പോൾ പോലീസ് എന്നത് ജനങ്ങളുടെ സംരക്ഷണത്തിനാണോ ജീവൻ എടുക്കാനാണോ എന്ന് സംശയിച്ചു പോകും. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, പോലീസുകാരന് ആരെ വേണമെങ്കിലും എന്തും ചെയ്യാം, ഭീഷണിപ്പെടുത്താം, മർദ്ദിക്കാം, വേണമെങ്കിൽ കൊല്ലാം. സംരക്ഷിക്കാൻ ഒപ്പമുള്ള പോലീസ് ഉണ്ടാകും, ഭരണവർഗവും ഉണ്ടാകും. അതാണ് സുജിത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. സുഹൃത്തുക്കളെ ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിനായിരുന്നു സുജിത്തിനെ കൊടും കുറ്റവാളിയെ പോലെ കോളറിൽ തൂക്കിപ്പിടിച്ചു കൊണ്ടുപോയതും പഴയ ഇടിയൻ പോലീസിന്റെ മുറ സുജിത്തിന്റെ മേൽ നടപ്പാക്കിയതും. അതും പോരാഞ്ഞ് മദ്യപിച്ച് ബഹളമുണ്ടാക്കി പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നിങ്ങനെയുള്ള കള്ളക്കേസും. ഇന്നും കറപുരളാത്ത നീതിന്യായ കോടതികൾ ഉണ്ടായതുകൊണ്ട് സുജിത്തിനെതിരായ കള്ളക്കേസ് തള്ളിക്കളയപ്പെട്ടു. പക്ഷേ അപ്പോഴും 2 വർഷം സുജിത്ത് അനുഭവിച്ച മാനസിക വേദന, പിരിമുറുക്കം, ഒപ്പം ഇന്നും വിടാതെ പിന്തുടരപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ആര് മറുപടി പറയും? പ്രിയപ്പെട്ട ആഭ്യന്തരമന്ത്രി, പോലീസിന്റെ ആത്മവിശ്വാസം ചോരാതിരിക്കാൻ ഒപ്പം നിൽക്കുന്ന അങ്ങ് ഇടയ്ക്കെങ്കിലും ഈ പോലീസുകാർ ആത്മവിശ്വാസത്തിനായി കൊന്നു തിന്നുന്ന പാവപ്പെട്ടവന്റെ വേദനയും കാണണം.